നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭക്ഷ്യയോഗ്യമായി കരുതിയിരുന്ന ഒരു സൂപ്പർ ഫുഡിനെ കുറിച്ചാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ സെലീന, കൺസൾട്ടന്റ് ഒബ്സ്റ്റട്രീഷ്യൻ ആൻഡ് ഗൈനക്കോളജിസ്റ്റ്, കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. മിറാക്കിൾ ട്രീ എന്നറിയപ്പെടുന്ന മുരിങ്ങ. മുരിങ്ങയുടെ ഇല കഴിക്കാമോ എന്ന് ഇപ്പോഴും ഗർഭിണികൾ സംശയം ചോദിക്കാറുണ്ട്. അതുകൊണ്ട് നമുക്ക് മുരിങ്ങയിലയുടെ പോഷക ഗുണങ്ങൾ നോക്കാം. ഗർഭിണികളിൽ സാധാരണയായി കണ്ടുവരുന്ന വിളർച്ച അഥവാ രക്തക്കുറവ് പരിഹരിക്കുന്നതിനുള്ള അയൺ, ബോൺ ഫോർമേഷൻ ആവശ്യമായ കാൽഷ്യം, ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്ന വിറ്റമിൻ സി, കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്ന വിറ്റമിൻ എ, ഇവയെല്ലാം മുരിങ്ങയിലയിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. പ്രോട്ടീൻ ഫോർമേഷൻ ആവശ്യമായ എല്ലാ അമിനോ ആസിഡ്സും അടങ്ങിയതിനാൽ ഇത് നല്ലൊരു പ്രോട്ടീനാണ്. കൊളാജൻ സിന്തസിസ് കൂട്ടുന്നതുകൊണ്ട് സ്കിന്നിൻ്റെ ഡാമേജ് കുറയ്ക്കുന്നു, ഹെയർ ഗ്രോത്തിന് നല്ലതാണ്. ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ടിഷ്യൂ ഡാമേജ് കുറയ്ക്കുന്നു. ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി നീർക്കെട്ട് കുറയ്ക്കുന്നു. ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, LDL കൊളസ്ട്രോൾ അഥവാ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും മുരിങ്ങയിലയ്ക്ക് പങ്കുണ്ട്. ഗർഭിണികൾ ഗർഭകാലം മുഴുവനും അതുപോലെ തന്നെ ലാക്ടേഷൻ പീരീഡിലും മിതമായ അളവിൽ മുരിങ്ങയില കഴിക്കുന്നത് ഉത്തമമാണ്. ഗർഭത്തിൻ്റെ ആദ്യ കാലങ്ങളിൽ കഴിച്ചു തുടങ്ങുമ്പോൾ ചെറിയ അളവിൽ കഴിച്ചു തുടങ്ങുക. കാരണം ചിലർക്ക് ഗ്യാസ് ഫോർമേഷൻ, ഡയറിയ തുടങ്ങിയ പ്രശ്നങ്ങൾ കാണാറുണ്ട്. തീരെ കഴിച്ചിട്ടില്ലാത്തവർ ചെറിയ അളവിൽ കഴിച്ചു തുടങ്ങി ക്രമേണ കൂട്ടാവുന്നതാണ്. മുരിങ്ങയുടെ പൂവ്, തണ്ട് ഇവയിൽ കാണുന്ന ആൽഫ സിറ്റോസ്റ്റിറോൾ എന്ന രാസവസ്തു യൂട്രൈൻ കൺട്രാക്ഷൻസ് ഉണ്ടാക്കുന്നത് കൊണ്ട് ഗർഭിണികൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇല പാകം ചെയ്ത് കഴിക്കുന്നതാണ് നല്ലത്. മുരിങ്ങയില തോരൻ, മുരിങ്ങയില പരിപ്പ് കറി, മുരിങ്ങയില പുട്ട്, മുരിങ്ങയില കട്ട്ലറ്റ് എന്നിങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പാകം ചെയ്ത് കഴിക്കും. അതുകൊണ്ട് മുരിങ്ങയില ഗർഭിണികൾക്ക് ഏറ്റവും അനുയോജ്യമായ ഇലക്കറിയാണ്. Stay healthy. Follow for more.